24 വർഷമായി മലയാള സിനിമയിലെ സ്ഥിരം സാന്നിധ്യമാണ് സുരേഷ് കൃഷ്ണ. സീരിയൽ രംഗത്തു നിന്നും ചമയം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ ലോകത്തെത്തുന്നത്. വിനയൻ സംവിധാനം ചെയ്ത കരിമാടിക്കുട്ടനിലെ വില്ലൻ വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് കൃഷ്ണ ശ്രദ്ധ നേടുന്നത്. ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. തുടർന്ന് നിരവധി സിനിമകളിൽ സുരേഷ് വില്ലനായി വേഷങ്ങൾ ചെയ്തിരുന്നു. ഒപ്പം ചില സിനിമകളിൽ സ്വഭാവ നടനായും അഭിനയിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിലെ സൂപ്പർ സ്റ്റാർ ഭദ്രൻ എന്ന കഥാപാത്രം സുരേഷ് കൃഷ്ണയ്ക്ക് ഹാസ്യം വഴങ്ങുമെന്ന് തെളിയിച്ചു. നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത മരണമാസാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം. ആദ്യമായി പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സുരേഷ് കൃഷ്ണ. ആദ്യമായി ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പോൾ ഞാൻ കാണുന്നത് 2 ഇഡലിയും 1 വടയുമാണ്. എന്റെ ചങ്ക് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ആരോട് പറയും എന്തോരം ഇഡലി കഴിച്ചത് ഞാൻ ആലോചിച്ചപ്പോൾ 5 വട്ടം പറഞ്ഞാലേ 10 ഇഡലി ആകൂ. അതും എനിക്ക് മതിയാകില്ല. അത്രയും വട്ടം വാങ്ങുന്നതും നാണക്കേടാണ്. ആ ഇഡലി നോക്കി ഞാൻ ഇരിക്കുമ്പോഴുണ്ട് സിനിമയിലെ നായിക ഒരു പ്രൊഡക്ഷൻ ബോയെ തമ്പി ഇവിടെ വാ എന്ന് വിളിച്ചിട്ട് ഒരു ഇഡലി തിരിച്ചു കൊടുക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഇഡലി മാത്രം കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കാനാ? ആദ്യമായി പ്രൊഡക്ഷൻ ഭക്ഷണം ഞാൻ കാണുന്നത് അപ്പോഴാണ്. പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റിട്ട് 5:30 പോകാൻ വേണ്ടി നിന്നപ്പോൾ എന്റെ അമ്മയുമുണ്ട്. ഒരു കാസ്ട്രോളിൽ നിറച്ചും ഇഡലിയും ചൂട് സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് മൊത്തം കഴിച്ചിട്ടാണ് പിറ്റേന്ന് ഷൂട്ടിന് പോയത്. സുരേഷ് കൃഷ്ണ പറഞ്ഞു.